ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. പത്തനംതിട്ടയിൽ ഈ മറ്റേ അനാഥാലയത്തിൻ്റെ ഒരു കേസ് നമ്മളെല്ലാവരും ന്യൂസിലൂടെയൊക്കെ കണ്ടതാണ്. കല്യാണം, പ്രസവം, ഇപ്പം വന്ന് നിൽക്കുന്നത് അവിടെയുള്ള അന്തേവാസികളായിട്ടുള്ള കുട്ടികളെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസിലാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതാണ്. ജീവമാതാ കാരുണ്യ ഭവൻ, അത് വയസ്സായിട്ടുള്ള അമ്മമാരെയും അനാഥരായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ, ആൺകുട്ടികളുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവനുസരിച്ച് പെൺകുട്ടികളെയാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലവിന് അവരുടെ പഠിത്തം ചിലവ്, അങ്ങനെ ആരുമില്ലാത്ത കുട്ടികളെ അവിടെ താമസിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസവും ചിലവും ഒക്കെ വഹിക്കുന്ന ഒരു ഹോമാണ്. ഈ സംഭവം നമ്മൾ എല്ലാവരും നമ്മുടെ ഇടയിലൊക്കെ അറിയപ്പെടുന്നത് അവരുടെ മകന്, അതായത് ഡാഡി ഗിരിജ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സംഭവം ഈ ന്യൂസ് അറിഞ്ഞപ്പം ആക്സിഡൻ്റലി ഞാൻ വിളിച്ചൊരു പേരാണ് ഗൈസ്. എൻ്റെ ഉമ്മയൊക്കെ ഇതുപോലെ വീഡിയോ എടുത്തപ്പോൾ ഉദയ ഗിരിജ എന്ന് കേട്ടപ്പോൾ ഞാനെന്താണ് ഡാഡി ഗിരിജോ എന്ന് ആക്സിഡൻ്റലി വായിന്ന് വീണാണ്. പക്ഷേ അതിനുശേഷം ഞാൻ കുറേ വീഡിയോസിൽ ഇവരിങ്ങനെ ഡാഡി ഗിരിജ എന്ന് വിളിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം നമുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ വിളിക്കാം. സോ ഈ ഡാഡി ഗിരിജയുടെ മകനും അവിടുത്തെ അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടിയും തമ്മിൽ വിവാഹം കഴിക്കുന്നു. 7-ാം മാസം പ്രസവിച്ച ആ കുട്ടി എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു കുഞ്ഞാണ്. അവിടെ നിന്നാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഈ കല്യാണത്തിൻ്റെ അന്നാണ് ഈ ഒരു ജീവമാത എന്ന് പറയുന്ന ഈ ഒരു ഓർഫനേജിനെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നതൊക്കെ. അന്ന് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്, ഓ മൈ ഗോഡ്, അവിടെ ആരുമില്ലാതിരുന്ന കുട്ടിക്ക് ഒരു ജീവിതം പകർന്നു കൊടുത്ത ആ വലിയ മനസ്സുകൾക്ക് നമ്മൾ നന്ദിയൊക്കെ നമ്മൾ ഒരുപാട് വാതോരാതെ സംസാരിച്ചതാണ്. ആ കുട്ടിയെ 4 വർഷത്തോളം എന്തോ ആ കുട്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അനാമികയെന്ന് എന്നാണ് പേര്. ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയതാണെന്ന് പറയുന്നുണ്ട്. അച്ഛൻ സെപ്പറേറ്റഡ് ആണ്, അയാൾ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്കറിയില്ല. കല്യാണത്തിൻ്റെ അന്ന് നമ്മളിതെല്ലാം ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് നമ്മൾ കണ്ടൊരു സംഭവമാണ്. സംഭവത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല എന്ന് നമ്മൾ റീസെൻ്റ്ലി മനസ്സിലാക്കി. കുറേ സത്യങ്ങൾ പുറത്തു വന്നു. പെട്ടെന്നൊരു അലിഗേഷൻ വരാണ്. അത്രയും നല്ല പേരും ഇവരുടെ വീഡിയോസൊക്കെ നമ്മൾ സ്ഥിരം, ഞാനും ഉമ്മയൊക്കെ സ്ഥിരം കാണുമായിരുന്നു അവരുടെ വീഡിയോസൊക്കെ. ഡെലിവറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു ന്യൂസ് വരുന്നു, ഈ കുട്ടി 18 വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു. 7-ാം മാസം പ്രസവിച്ചിട്ടും കുഞ്ഞിന് പൂർണ്ണ വളർച്ചയിലെത്തിയ കുഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പം പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ആശാനെ. ഉന്നയിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്, പോക്സോയാണ് കേസ്. അപ്പോൾ ശരിക്കും 18 വയസ്സിന് മുമ്പ് ഈ കുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇതിന് വന്ന കുറേ കമൻസ് ഉണ്ടായിരുന്നു. ആ കുട്ടി അനാഥയല്ലായിരുന്നോ, ഇപ്പോൾ ആ കുട്ടിക്ക് ആരൊക്കെയോ ഉണ്ട്, എന്തിനാണ് ഇപ്പോൾ ജീവിതം തകർക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ. സുഹൃത്തുക്കളെ, ഇത് 18 വയസ്സിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതാണ്. ആ അനാഥാലയത്തിൽ ഒത്തിരി പേരുണ്ട്, അനാഥാലയത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഈ പെൺകുട്ടികൾക്കൊക്കെ എന്ത് സേഫ്റ്റിയാണ് അവിടെ ഉള്ളത്? അതവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമ്മൾ ജനറലായിട്ട് ഉള്ള എല്ലാ വീഡിയോസിലും കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്, ഞാനിപ്പോൾ ഒരു ന്യൂസ് കാണാനിടയായി. ഇത് കുറേ നാൾ മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇവരുടെ കല്യാണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ, ഭാര്യയും ഭർത്താവും കൂടെ, അനാമികയും അവരുടെ ഹസ്ബൻഡും, അതായത് ഈ ഡാഡി ഗിരിജയുടെ മകനും മീഡിയനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു കറണ്ട് സ്റ്റാറ്റസ് നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റാൻഡിൽ നിന്നും കൊണ്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഒരു ജെനുവിൻ റിയാക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കാണുന്നത് അവരെന്തൊക്കെയോ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ശരിക്കും ചിരിച്ചു. അവർ പറഞ്ഞൊപ്പിക്കപ്പെടുന്ന ഒരു പാടുണ്ടല്ലോ, അത് നമ്മൾ കാണണം. അവർ അതിനെടുത്ത ഒരു പ്രയത്നം അത് നമ്മൾ കാണണം ഗൈസ്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ ഒരു നിമിഷത്തിലുള്ള ഒരു മനസ്സിന് തോന്നിയിരിക്കുന്നത്? എന്താ? നല്ല സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ മാരേജ് ആയിരുന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയതാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് എനിക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു. എന്താണ് അനാമിക പറയാൻ? അവന് പയ്യെ സംസാരിക്കാൻ. മനസ്സിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്, പിന്നെ സമാധാനമുണ്ട്. ഒരു ലൈഫ് കിട്ടിയല്ലോ. ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഇതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതെ, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പറയണില്ല.
ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്? 4 വർഷം. 4 വർഷമായിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന ഒരു സന്ദർഭമൊക്കെ ഓർക്കുന്നുണ്ടോ? ആ, എങ്ങനെയായിരുന്നു അത്? നിമിഷത്തിൽ നമുക്ക് വേണ്ടി ഒന്ന് പറയാം. അമ്മ മരിച്ചു പോയത്, അച്ഛൻ സെപ്പറേറ്റഡാ. പിന്നെ അമ്മാമ്മേൻ്റെ കൂടെയാണ് നിന്നത്. അമ്മാമ്മ അച്ചാച്ചനെ ഞാനേ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പം അമ്മാമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഓർഫനേജിലായത്. ഇവിടെ വന്നിട്ട് നല്ലൊരു അമ്മയെ കിട്ടി, പിന്നെ ഫാമിലി കിട്ടി. ആളെ പരിചയപ്പെടുന്നതൊക്കെ എങ്ങനെയായിരുന്നു? അത് അമ്മ പറഞ്ഞിട്ട് ആദ്യം പരിചയപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ സത്യം. അതായത് അമ്മ പറഞ്ഞിട്ടാണ് ഈ ചേട്ടനെ പരിചയപ്പെടുന്നതെന്നാണ് ആ കുട്ടി പറയുന്നത്. അതായത് ഇവർ തമ്മിൽ ഒരു കോണ്ടാക്ട്സും ഇല്ല, ഇവർ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഗായ്സ്, ഇവർ മുമ്പ് നേരെ കണ്ടിട്ടില്ല. അമ്മ ഇതുപോലെ ഒരു പ്രപ്പോസലായിട്ട് വന്നു, അങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നത് കേട്ടോ. അമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ണേട്ടൻ്റെ ഈ സ്ഥാപനം നടത്തുന്ന ആള് ഉണ്ണേട്ടൻ്റെ അമ്മ. അങ്ങനെ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ടല്ലേ? ഇതൊന്നും അല്ല ട്വിസ്റ്റ്, അത് ഭയങ്കര ട്വിസ്റ്റാണ് ഇതിന്. ചോദ്യം ചോദിക്കുന്ന ചേട്ടൻ എന്തോ ഭയങ്കര ഒരുമാതിരി ഊക്കി ചോദിക്കുന്ന പോലെയുണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ അന്ന് നമ്മളിത് വാവ് എന്ന് കണ്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എങ്ങനെ, ലവ് മാരേജ് ആയിരുന്നോ? അല്ലല്ല, അമ്മയ്ക്ക് ഇതേപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ CWC ആയിട്ട് ചർച്ച ചെയ്ത് സാറുമാർ സമ്മതിച്ചിട്ട് അങ്ങനെ കല്യാണം. ഒന്നും തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? പറഞ്ഞതൊക്കെ എല്ലാം ഇതുവരെ ശരിയാണല്ലോ അല്ലേ? ഇഷ്ടമാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ പെട്ടുപോയാന്. സന്തോഷം തോന്നി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ ചെയ്യുന്നത് ശരിക്കും? +2 കഴിഞ്ഞ് TTCക്ക് പോവാം. ആള് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ദുബായിലായിരുന്നു. അൽക്കൂസ് എന്ന് പറയുന്നത് സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് ആയിരുന്നു. ഇപ്പം നാട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. നാട്ടിൽ വന്നപ്പോഴാണ് പണി കിട്ടിയത്. അവിടെ വന്നപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന മനുഷ്യനായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും പണി കിട്ടി. ഇനി അധികകാലം താമസിച്ചാൽ നാട്ടുകാർ മൊത്തം അറിയുന്ന ആറുന്നായപ്പോഴത്തേക്കും രണ്ടിൻ്റെ കല്യാണം അങ്ങ് കഴിപ്പിച്ച് വിട്ടതാണ്. അപ്പോഴാണ് പറയുന്ന അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കല്യാണം കഴിപ്പിക്കാനായിട്ട്. അമ്മ പെട്ടതാ ശരിക്കും. പോകണമെന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. പോകുമ്പോൾ അനാപികനെയും കൊണ്ടുപോകും. അത് നോക്കിയിട്ട് നമ്മുടെ പ്രാരാബ്ദവും ആലോചിക്കാം. ഇനി ജോലിക്കൊക്കെ പോണോ വേണ്ടി എന്നുള്ളത് ആലോചിക്കുന്നത്. എനിക്ക് തോന്നി ഓർഫനേജിൽ കിട്ടുന്ന സ്പോൺസർ ചെയ്യുന്ന പൈസയൊക്കെ ഇവർ കുറെ മുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവന് ജോലിയില്ല, ഇവനിപ്പോൾ നാട്ടിലാണ്, ഇവരെങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പുതിയൊരു ഫാമിലി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കല്യാണമൊക്കെ തീരുമാനിക്കുന്നതൊക്കെ എപ്പോഴായിരുന്നു? ഈ കഴിഞ്ഞ ഓണത്തിന് അമ്മ ഇതേപോലെ പറയുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു. ഉണ്ണിയണ്ണ ഇനിയിപ്പോൾ ഓണത്തിന് കണക്കൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റാ. ഓണത്തിനായിരുന്നു തീരുമാനിക്കുന്നതെന്ന്. പോണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ. പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചതിന്റെ കാര്യം ഒന്നും ചോദിച്ചില്ല. എങ്ങനെ കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തി എന്നുള്ളത് മാത്രമേ ചോദിച്ചുള്ളൂ. എന്നിട്ട് ഉണ്ണിയേട്ടൻ പോയതുമില്ല. ഉണ്ണിയേട്ടന് പോണമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു എന്ന്. പെട്ടെന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും. ആളെ ഫോട്ടോ കാണിച്ചു തരാം. എങ്ങനെ ആദ്യം കാണുന്നത്? അമ്മേൻ്റെ മോനാണെന്നറിയായിരുന്നു വന്ന ടൈമിലൊക്കെ. നേരത്തെ കണ്ടുപരിചയമുണ്ടായിരുന്നോ? ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ കാണും. അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. അപൂർവം പഠിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുമായിരുന്നു. സാധാരണ കോമൺലി ഒരാളെ കാണുന്ന കൂട്ടി കാണുമായിരുന്നു. പിന്നെ അമ്മയൊക്കെ പറഞ്ഞു. ശരിക്കും ഇവിടെ ഉള്ളവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ആരും അറിഞ്ഞില്ല. പിന്നെ ഇത് ആരുടെയൊക്കെയോ പെർമിഷനൊക്കെ മേടിച്ചെന്ന് പറഞ്ഞല്ലോ. അവർ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അപ്പോൾ ഇവർ നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞ സമയത്ത് തന്നെ പോയി എല്ലാം സെറ്റാക്കി എൻ്റെ മോൻ ഇതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ നല്ല ബുദ്ധിപരമായി നീങ്ങി കാര്യങ്ങൾ കല്യാണം വരെ എത്തിച്ചു. പക്ഷെ പൊളിഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ ഇവർ എല്ലായിടത്തും വ്ളോഗ് ഇടുമായിരുന്നു ഗൈസ്. എല്ലായിടത്തും വീഡിയോ ഇങ്ങനെ ചാനലിൽ കൂടെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യും. ആൾക്കാർ കണ്ടുപിടിച്ചു. ഇവിടെ വേറെ കുറേ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താ പറഞ്ഞു? അവരൊക്കെ അനുഗ്രഹിച്ച് നല്ലപോലെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ? എന്താണ് ഇനി ജോലി നോക്കണം. എങ്ങോട്ടെങ്കിലും ജോലിയൊക്കെ നോക്കി സെറ്റിൽ ആവണം. ഇപ്പോൾ താമസിക്കുന്ന ഇവിടെ തന്നെയാണോ? ആയിരിക്കും. അവൻ മിണ്ടാതെ നിൽക്കുന്ന, അവന് സംസാരിക്കാനും അറിഞ്ഞൂടെ. അവനൊരു
ബാക്കിയുള്ള പരിപാടികളൊക്കെ ഭാവി പരിപാടി ഇതേപോലെ ജോലിയൊക്കെ റെഡിയാക്കി ഇനി അങ്ങനെ നിൽക്കണം. ഒരു ഹണിമൂൺ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എങ്ങോട്ടാ? ഇല്ലില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അനാമിക? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം. കാരണം ഒരു കൊച്ചു വരുവാണ്, അപ്പം ഓൺ ബോർഡാണേ. അപ്പം കാര്യങ്ങളൊക്കെ സെറ്റിലാക്കണമെങ്കിൽ ഒരു ജോലിയൊക്കെ അത്യാവശ്യം വേണം. ഇങ്ങനെയൊക്കെ കളിച്ച് കിടന്നാൽ പോരാ എന്ന് അനാമിക കുറച്ചുകൂടെ വെച്ചോടും. അപ്പം അനാമിക അവനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ, നമ്മളിങ്ങനെ നടന്നാൽ പോരാ, നമുക്കിനി ഒരു ജോലിയൊക്കെ വേണം, ഒരു കുഞ്ഞു വരാൻ പോവാണ്. അതാ എൻ്റെ ഇത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 18 വയസ്സ് കഴിഞ്ഞ് എത്രയോ ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ കല്യാണം. അപ്പോൾ ഡെലിവറി ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കണക്കുകളൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അലിഗേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഓസ്കാർ അവാർഡ് കൊടുക്കണം ഗൈസ്. ശരിക്കും നമുക്ക് ഇതിപ്പോൾ കാണുമ്പം എനിക്ക് ചിരിയും വരുന്നത്, എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്. കാരണം ഇവർ രണ്ടും കൂടെ ഒപ്പിച്ച് വെച്ചിരിക്കുക, പണി ഒപ്പിച്ച് വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് മൊത്തം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു ഈയടാ എന്തൊരു അഭിനയം രണ്ടും കൂടെ. ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് ഇവർ ലവ് മാരേജ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ കല്യാണത്തിനെ കുറിച്ച്, കല്യാണം വരെ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനാമികയുടെ ആൻസർ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സത്യം പുറത്തു വരുമ്പോഴത്തേക്കും മുമ്പ് ഇങ്ങനെ ഇരുന്ന് കള്ളം പറഞ്ഞത് നമുക്ക് കാണുമ്പോൾ ശരിക്കും ചിരിയും വരും. പക്ഷേ എനിക്കറിയണം, എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. 22 പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അവിടെ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഒരു ഓർഫനേജിൽ. ഇപ്പം വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ സുരക്ഷിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും അവിടെ എന്താണ്, നമ്മൾ പുറമേ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. നമുക്ക് നേരെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും, അതിനൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇവരാണെങ്കിൽ എക്സ്പ്ലനേഷൻ, ഇവരുടെ ഈ ഡാഡി ഗിരിജയുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെങ്ങും ഈ അനാമികയുടെ പ്രഗ്നൻസിനെ പറ്റിയോ ഇതെങ്ങനെയാണ് 7 മാസം ആയപ്പോഴത്തേക്കും പൂർണ്ണ വളർച്ചയിൽ എത്തിയ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷനും ഒരു ക്ലാരിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ നമുക്ക് പകുതി കാര്യങ്ങൾ ക്ലിയർ ആണ്, ഇവരുടെ ഭാഗത്ത് എന്തോ കള്ളത്തരമുണ്ട്. പിന്നെ അതിനുശേഷം ഇവർ അമ്മേനെയും കാണാനില്ല, മക്കളെ കാണാനില്ല. അമ്മേനെയും മോനെയും ഒന്നും കാണാനില്ല, അവരുടെ ഒരു വിവരവും ഇല്ല. അവരെവിടെയാണെന്ന് പോലും അറിയത്തില്ല. സംഭവം എവിടെ മുങ്ങിയിട്ടുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അറസ്റ്റ് ഉണ്ടാവും, പോക്സോ കേസിൽ മോൻ അകത്താവും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇത് കിട്ടിയപ്പോഴത്തേക്കും അവർ സംഭവം ഇവിടെ മുങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഡിങ്കോൾഫി നടന്നതെന്നുള്ളത് പല സംഭവങ്ങളും വരുന്നുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ഈ അനാമികയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിരുന്നെന്നും രാത്രി ആയിക്കഴിഞ്ഞാൽ അനാമിക മറ്റേ ആളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോവും എന്നൊക്കെയാണ്, അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇത്ര നമ്മൾ ഒളിച്ചു വെച്ചാലും, ഒരു കാര്യം ഒളിച്ചു വെച്ചാലും ഒരു സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് പുറത്തു വരും എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണും അവർക്ക്. ഇവരുടെ വീഡിയോസ് ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവർ എന്താണ് പഞ്ചപാവമാണ്, ഇവർ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നും. അങ്ങനെ ഒരു അനാഥാലയം നടത്തിച്ചു കൊണ്ടുപോകുന്നതിൽ നമുക്ക് അഭിമാനിക്കേണ്ടതല്ലേ എന്നൊക്കെ ഉള്ളൊരു ഫീല് നമുക്ക് തോന്നും. ഒരു സ്ത്രീ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നു, ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, നല്ല പോലെ പോകുന്നു, എത്രയോ പേരുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നു. ഇതിൻ്റെ വേറൊരു ഫേസ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ കിളി പോകും. അപ്പം ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ആ കണ്ട വീഡിയോയിൽ മോൻ എന്തോ ഒരു പാവമല്ലേ, അവൻ എല്ലാം ഒപ്പിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് കള്ളൻ. പുറത്ത് വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എന്നെ അങ്ങ് പിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പം അവർ തമ്മിലുള്ള ചർച്ച എന്തായിരിക്കും. എന്നാൽ രണ്ടും കൂടെ ഒപ്പിച്ച പണി, അമ്മയ്ക്ക് പണി കിട്ടി, അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരും പോയി, അമ്മയുടെ അനാഥാലയവും പോയി, എല്ലാം പോയി. അതുപോലെ ഈ ഒരു ഷോർട്സും കൂടെ നിങ്ങൾ കാണണം കേട്ടോ. ഇതൊരു ഇൻ്റർവ്യൂയുടെ ഒരു പാർട്ടാണ്. ആരുടെ അടുത്തായിരുന്നു ഷെയർ ചെയ്തത്? ഉണ്ട്, അനിയത്തിമാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവരുടെ അമ്മ ഇങ്ങനൊരു താല്പര്യം പറഞ്ഞ് സാറും എല്ലാം സമ്മതിച്ചതിന് ശേഷം അമ്മ മീറ്റിംഗ് പോലെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞ അമ്മയ്ക്ക് മുമ്പേ അമ്മേൻ്റെ ആഗ്രഹം ഇതായിരുന്നെന്ന് എനിക്ക് പറയായിരുന്നു. കാരണം ഞാനാണെന്നല്ല, ഇതേപോലെ ഒരു ആരും ഇല്ലാത്തൊരു കുഞ്ഞിനെ കല്യാണം കഴിക്കണം അമ്മ വന്ന ജീവിതത്തിലെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ മുമ്പേ അറിയായിരുന്നു. കാരണം അവ ഇരുന്നങ്ങ് വിയർക്കുകയാണ്.
ഒരുവിധപ്പെട്ട അമ്മ എല്ലാം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അമ്മ. എല്ലാം ഫാമിലിയിലായ ഒരു സംഭവം നടന്നപ്പോഴും അമ്മ ഷെയർ ചെയ്യും. അപ്പം അങ്ങനെയുള്ള അമ്മയെ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനാണ് പ്രതീക്ഷിച്ചില്ല. അപ്പം എല്ലാവരുടെ ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പറഞ്ഞപ്പം ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സർപ്രൈസ് ആയിട്ട് പറഞ്ഞപ്പോൾ അപ്പോഴേ അവരുടെ അവർ പറയുന്നല്ല, ഞാനും ആരോടും പറഞ്ഞൊന്നുമില്ല. അപ്പം ഇത് എനിക്ക് അറിഞ്ഞൂടാ ഈ കൊച്ചെന്തൊക്കെയോ എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിലാണ് പറഞ്ഞതാണ്, മുമ്പും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തൊക്കെയോ കള്ളങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഇപ്പോഴാണ് നമുക്ക് ആ പഴയ കാര്യങ്ങളെ മീഡിയയോട് സംസാരിച്ചതൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് നമ്മളത് കണ്ടു കളഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം സത്യം നമുക്ക് മനസ്സിലായതിനു ശേഷം ഒന്നും കൂടെ ഇവരുടെ ഇൻ്റർവ്യൂസും ഇവർ മീഡിയയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പക്കയായിട്ട് മനസ്സിലാവും. അനാഥാലയം പൂട്ടും എന്നാണ് തോന്നുന്നത്, പൂട്ടും. പിന്നെ അവർ ഒളിവിലാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾക്ക് ഇനിയെങ്കിലും ഒരു നല്ലൊരു ലൈഫ് കിട്ടട്ടെ. അവിടെ കിടന്ന് ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, അവർക്ക് ചികിത്സയില്ല, അങ്ങനെ ഒന്നും ബേസിക്കായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും കൊടുക്കാതെ ഇട്ടിരുന്ന കഞ്ഞിയും പയറും തിന്ന് ഇത്രയും നാളെ കിടന്ന് എത്രയോ പേർക്ക് അസുഖവും പിടിച്ചിട്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് ഇനിയെങ്കിലും ഒരു നല്ലൊരു ലൈഫ് കിട്ടട്ടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വീഡിയോയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.